അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, അമീർ ഒതുക്കങ്ങളാണ് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു വോയിസ് ഇടാനുള്ള ഒരു പശ്ചാത്തലം, ഇപ്പൊ 2 ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും പുറത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിൽ വന്ന ഒരു ഭീമ അബദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില അബദ്ധങ്ങൾ, അത് നമ്മുടെ ചില സഹോദരങ്ങൾ അതിന്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും മുജാഹിദ് ബാലുശ്ശേരിക്ക് പറ്റിയ ആ വിഷയത്തിൽ അദ്ദേഹം ആ വിഷയം അവതരിപ്പിക്കുന്നതിൽ പറ്റിയ ഭീമ അബദ്ധം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി ഇന്നലെ രാത്രി അതിനൊരു വിശദീകരണം നൽകുകയുണ്ടായി. ആ വിശദീകരണത്തിൽ അദ്ദേഹത്തിന് പറ്റിയ ചില അബദ്ധങ്ങൾ അദ്ദേഹം തിരുത്തി പറയുകയും അതിൽ അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതും പൂർണ്ണമല്ല, കാരണം ആ ക്ലിപ്പിന്റെ തന്നെ ചില ബാക്കികൾ ഇനി വരാനുണ്ട്. അപ്പോ അതിൽ അദ്ദേഹം എന്റെ പേര് പറയാതെ തന്നെ എന്നെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഞാൻ വളരെ സ്നേഹിച്ചിരുന്ന, വളരെ സ്നേഹബന്ധമുണ്ടായിരുന്ന കോട്ടക്കലിനടുത്തുള്ള ഒതുക്കങ്ങളിലുള്ള സഹോദരൻ ഇത് ഷെയർ ചെയ്തു. അതെന്നെക്കുറിച്ചാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തെ ഈ തെറ്റ് ഒരു നേരിൽ വിളിച്ച് ബോധ്യപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായി ദഅവാ സമിതിയുടെ കൂടെ നിൽക്കുന്ന ദായിമാരുടെ കൂട്ടത്തിൽ വ്യക്തിപരമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന രീതിയിൽ ഞാൻ കാണുന്ന ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹത്തിന് എന്നോടും ഒരു അനിയനോടുള്ള വാത്സല്യവും സ്നേഹവും എനിക്ക് പലപ്പോഴും പ്രകടമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ അദ്ദേഹത്തെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇന്ന് സുബഹിക്ക് ശേഷം 3-4 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരക്ക് കാരണമാണോ എന്താണെന്നറിയില്ല, അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ചില 1-2 വിഷയങ്ങൾ മാത്രം ഞാൻ ആളുകളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വോയിസുകൾ പെടുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് സൂറത്ത് അൻആമിലെ സൂറത്ത് ബഖറയിലെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറ്റിയ ഈ അബദ്ധം അദ്ദേഹത്തിന്റെ സുഹൃത്തായ, അദ്ദേഹത്തിനുള്ള വളരെ അടുത്ത സ്നേഹബന്ധമുള്ള ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ചില ആളുകൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അത് ഈ വീഡിയോ, ഈ ഡോക്യുമെന്ററി ഇറക്കുന്നതിന് മുൻപ് തന്നെ ഇതിൽ അബദ്ധം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത് അബദ്ധമല്ല എന്നും അദ്ദേഹത്തിന് അതിന് തെളിവുണ്ട് എന്നും അതിന് തെളിവായി അദ്ദേഹം പറഞ്ഞത് ഒരു അഅറാബിയുടെ പ്രാർത്ഥനയാണ്. എനിക്കും മുഹമ്മദ് നബിക്കും നീ കരുണ ചെയ്യാമോ, എനിക്കും മുഹമ്മദ് നബിക്കും മാത്രം നീ കരുണ ചെയ്യണേ എന്ന് ഒരു അഅറാബി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സങ്കുചിതമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് തിരുത്തി. അപ്പൊ അതുപോലെയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്നാണ് അദ്ദേഹത്തോട് നേരിട്ട് ഫോണിലൂടെ അദ്ദേഹത്തിന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണം. അപ്പോ അത് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഞാൻ അമീർ ഒതുക്കങ്ങൾ അദ്ദേഹത്തെ അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയപ്പോൾ അതിനെ ആ പറ്റിയ അബദ്ധം അദ്ദേഹത്തിന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ അദ്ദേഹം അപ്പോൾ മറുപടി പറയേണ്ടുന്നത് ഞാൻ എന്റെ പ്രസംഗത്തിൽ നടത്തിയ ഒരു പരാമർശമാണത്, അത് ഞാനൊന്ന് പരിശോധിക്കട്ടെ, പരിശോധിച്ചിട്ട് തെറ്റ് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തും എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിരുന്നത്. അതിനു പകരം അദ്ദേഹം ആ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു ഡോക്യുമെന്ററിയായി അല്ലെങ്കിൽ ഒരു വീഡിയോ, ഒരു ഓഡിയോ ഫയലായി ഇത് ഇറക്കുന്നതിന് മുൻപ് തെറ്റ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, തെറ്റ് ഒരാളുടെ കയ്യിൽ പറ്റിയാൽ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് ജനങ്ങളോട് പറയുക എന്നുള്ള ഈ മാന്യമായ തത്വം, ഈ നിലപാട് അങ്ങനെയാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയുന്നു. ശരി, അത് നല്ലൊരു നിലപാട് തന്നെയാണ്. പക്ഷെ ഈ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ അനിയൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെയും അനിയനും വെച്ചാണല്ലോ ഇപ്പോൾ ചില ആളുകൾ മുന്നിൽ വെച്ചാണല്ലോ പരിചയമായി വെച്ചിട്ടാണല്ലോ കളിക്കുന്നത്.
അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനിയനും എന്തെല്ലാം ആരോപണങ്ങൾ സക്കരിയ സുലാഹിക്കെതിരെയും ഈ കൂട്ടായ്മക്കെതിരെയും എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹം ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനിയൻ സിറാജുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ജൂതന്മാരുടെ ഏജന്റുമാരാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, ജൂതചാരന്മാരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഖവാരിജുകളാണെന്ന് പറഞ്ഞിട്ടില്ലേ, സ്വന്തം മാതാപിതാക്കളുമായി സ്നേഹബന്ധമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ലേ, കുടുംബത്തോട് സ്നേഹബന്ധമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ലേ, സമൂഹത്തോട് ഉത്തരവാദിത്വമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ പറഞ്ഞ് ഒരു വനാന്തരത്തിൽ ജീവിക്കുന്ന പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നഗ്നത, പച്ചിലകൾ കൊണ്ട് നഗ്നത മറക്കുന്ന ഒരു ഒരു ആദിവാസികളുടെ രീതിയിലേക്ക് ഞങ്ങൾ അദ്ദേഹം തരം താഴ്ത്തിയിട്ടില്ലേ. സക്കരിയ സുലാഹി ഉയർത്തിക്കൊണ്ടുവന്ന ചില പ്രശ്നങ്ങൾ അത് സലഫിയ്യത്തിനും ഖുർആനും സുന്നത്തിനും എതിരാണെങ്കിൽ അത് തെറ്റാണ് എന്ന് അദ്ദേഹം സക്കരിയ സുലാഹി വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് അനിയൻ സിറാജുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ പോകട്ടെ, കഴിഞ്ഞ മാസം കണ്ണൂർ സിറ്റിയിലെ നിയാഫ് ബിൻ ഖാലിദ് എന്നൊരു സഹോദരൻ ഒരു സംസാരം നടത്തിയപ്പോൾ ആ സംസാരത്തിന്റെ തുടക്കത്തിൽ ഈ സംസാരം അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള ഒരു ജിഹാദായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് ഒരു നാക്കുപഴ വന്നപ്പോ ഏതൊരു ചെറിയ പിഞ്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ്. അത് ഒരിക്കലും ഒരു മനുഷ്യന് പറയില്ല എന്നുള്ളത്. ദീനിന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ദീനിനെതിരെയുള്ള എന്നൊരു വാക്കുപ്പഴ വന്നപ്പോൾ അതിൽ പിടിച്ച് ബഹുമാനനായ ഈ മുജാഹിദ് ബാലുശ്ശേരിയും അദ്ദേഹത്തിന്റെ അനിയൻ സിറാജും എല്ലാം MACR കുട്ടിഘോഷിച്ചില്ലേ. ഈ നസീഹത്ത് എന്തേ അവിടെ കണ്ടില്ല? മാന്യമായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. എത്രയെത്ര ആരോപണങ്ങൾ അദ്ദേഹം നമുക്കെതിരെ പറഞ്ഞു. തീവ്രവാദം ആരോപിച്ചു. ബഹുമാനനായ ഷേഖ് യാസർ ബിൻ ഹംസയെ ഒരിക്കൽ 2-3 വർഷം മുമ്പ് കേരളത്തിൽ വന്നപ്പോ വയനാട് ജില്ലയിലെ KNമാർ അദ്ദേഹത്തിനെതിരെ തീവ്രവാദ ബന്ധം ആരോപിച്ച് വയനാട് ജില്ലയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ആരും മറന്നിട്ടുണ്ടാവില്ല. അതേ പാത പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ തീവ്രവാദ ബന്ധം ആരോപിക്കുന്നു, ISI പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് പരോക്ഷമായിട്ട് ആരോപിക്കുന്നു, ഇന്റലിജൻസ് ഇവരെ നോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇന്നത്തെ ആധുനിക സമകാലിക അല്ലെങ്കിൽ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സലഫികളായി അറിയപ്പെടുന്ന ഒരു സലഫിയത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിന്റെ നേരെ ISI ബന്ധം ആരോപിക്കുകയും ഇന്റലിജൻസ് അവരെ നോട്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാകുന്ന ദുരന്തങ്ങളും അപകടങ്ങളും അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന മാരകമായ കൈപ്പേറിയ അനുഭവങ്ങളും ആലോചിക്കാൻ കഴിവില്ലാത്തവനാണോ എന്റെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി? അദ്ദേഹം ആരോപിച്ചില്ലേ ഇന്റലിജൻസ് ഇവരെ നോട്ട് ചെയ്യണമെന്ന്? ഒരു മാസം മുമ്പ് MICRൽ അദ്ദേഹം നടത്തിയ സംസാരം, ആ സംസാരത്തിൽ 15 മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹം സംസാരിച്ച സംസാരം, ആ സംസാരത്തിൽ അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് പറയാൻ എന്താണ് ഇനി ബാക്കി? ഈ പറഞ്ഞ നസീഹത്തൊന്നും അവിടെ കണ്ടില്ലല്ലോ ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരി. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള ഒരാളാണ്. ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹം ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ക്ലിപ്പ് വിടുന്നത്. പിന്നെ തെറ്റ് കണ്ടാൽ, തെറ്റ് ബോധ്യപ്പെട്ടാൽ തിരുത്തുക എന്ന വിശാല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹമെങ്കിൽ നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനങ്ങൾ ഇനിയും ഞങ്ങൾ പറയാം, നിങ്ങൾ തിരുത്തുമോ? സൂറത്ത് അനാമിലെ 122-ാമത്തെ ആയത്ത് കുഫാറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത് ഞങ്ങൾക്കെതിരെ ഓതിയില്ല അദ്ദേഹം. പള്ളിമൂലയിൽ കിതാബ് വായിച്ച് ചടഞ്ഞിരിക്കുന്ന ആളുകൾ, ഞങ്ങൾ ഇഷ്ടത്തിനൊന്നുമില്ല, പ്രൊഫ്കോണൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്ത് അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞ് കാഫറുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഓതി ആയത്ത് ഇല്ലേ? ഇത് അദ്ദേഹം തിരുത്തുവോ? തെറ്റ് പറ്റിയാൽ തിരുത്തുക എന്ന മാന്യമായ നിലപാടാണ്. ഞാൻ ഓർക്കുന്നു 1.5 വർഷം മുമ്പ് ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ് ഖത്തറിൽ പോയി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത് ദഅവാ സമിതിയുടെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ മേന്മയും ആ പണ്ഡിതന്മാരുടെ എന്താണ് പറയാ എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ തെറ്റ് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറുള്ള, ആ തെറ്റ് ബോധ്യപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള മഹാമനസ്കരായ പണ്ഡിതന്മാരാണ്. ചോദിക്കട്ടെ, തെറ്റ് ബോധ്യപ്പെടുത്തി തരാം, ഓരോ തെറ്റും തിരുത്താൻ തയ്യാറുണ്ടോ? അതാണ് മാന്യമായി ചോദിക്കാനുള്ളത്. അദ്ദേഹത്തോടുള്ള വ്യക്തിബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് വീണ്ടും നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ?
ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി, സ്വഹീഹായ ഹദീസുകൾക്ക് വിരുദ്ധമായി, സലഫി ഉലമാക്കളുടെ നിലപാടിന് വിരുദ്ധമായി ഞങ്ങൾ എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പിന്നെ അദ്ദേഹത്തെ മുർത്തദ്ദാക്കുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ മുർത്തദ്ദാക്കിയത് നമ്മളൊന്നുമല്ല. അദ്ദേഹം നടത്തിയ ഈ പ്രസംഗം, ഇബ്രാഹിം നബിയെ കുറിച്ച് നടത്തിയ ഈ പ്രസംഗം ദഅ്വാ സമിതിയുടെ ഉന്നതരായ ചില പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയപ്പോൾ അവർ പറഞ്ഞത് ഈ കാര്യം മനഃപൂർവ്വമാണ് പറഞ്ഞതെങ്കിൽ അത് മുർത്തദ്ദാവുന്ന വിഷയമാണ്, അതല്ല അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട വിഷയമാണ് അദ്ദേഹം ചില പണ്ഡിതന്മാർ പറഞ്ഞ വോയിസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ എന്റെ ജ്യേഷ്ഠ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരിയോട് ഒരു അനിയൻ, ഒരു സലഫി സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാകേണ്ടതില്ല. ഞാനല്ലെങ്കിലും മറ്റു ചില ആളുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഫോൺ മുഖേന അത് പെടുത്തിയിട്ടുണ്ട്. അത് പെടുത്തിയപ്പോൾ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തെറ്റ് ബോധ്യപ്പെട്ട് അത് തിരുത്തിയതിൽ സന്തോഷം. ആ തിരുത്തും പൂർണ്ണമല്ല എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഇൻഷാ അല്ലാഹ് അത് വീണ്ടും നമുക്ക് സംസാരിക്കാവുന്നതാണ്. എങ്കിലും തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനിയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന ചില ഭീമാബദ്ധങ്ങൾ, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് കുഫാറുകളെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ഞങ്ങൾക്കെതിരെ ഓതിയ ആ നിലപാട്, ഇത്തരം ചില വിഷയങ്ങളിൽ, ഒരുപാട് വിഷയങ്ങളിൽ നമുക്കെതിരെ തീവ്രവാദ ബന്ധം ആരോപിച്ചത് തെളിവുണ്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ? ഞങ്ങൾക്ക് ISI ബന്ധമുണ്ടെങ്കിൽ തെളിവുണ്ടോ? തീവ്രവാദ ബന്ധം അദ്ദേഹത്തിന് തെളിവുണ്ടോ? തെളിവില്ലാതെ പറയാൻ പാടില്ലല്ലോ. അതിന്റെ അപകടം ദ്യാവി പറയാൻ പാടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ നടത്തുന്ന അമുസ്ലിം കുഫാറുകളോട് നിങ്ങൾ നടത്തുന്ന സ്നേഹപ്രകടനത്തിന്റെ 1000-1 ഞങ്ങളോട് കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിനോദിനോടും ഭാസ്കറിനോടും ബാലനോടും കേശവനോടും ജോസഫിനോടും കാണിക്കുന്ന സ്നേഹബന്ധത്തിന്റെ 1000-1 സലഫിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ചെറിയ ഈ സംഘത്തോട്, കൈവിരലിലെണ്ണാവുന്ന ഈ സംഘത്തോട് കാണിക്കണമെന്നാണ് എന്റെ ജ്യേഷ്ഠ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരിയോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായുള്ള സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.